എടാ നീ എവിടെയാ? ഞാനിങ്ങ് കോഴിക്കോട് വന്നിട്ടാ ഉള്ളത്. ഓ വീണ്ടും പോയാ? ഇവിടെ തീരാത്ത പണിയിരിക്കുമ്പോൾ നീ ഇങ്ങനെ പോയാൽ ഞാനെന്ത് ചെയ്യും? എടാ അതൊന്നും നടപടിയാകുന്ന കേസല്ല ഏട്ടാ. കണ്ട് സംസാരിച്ച് ഉടനെ അങ്ങ് വന്നേക്കണം. ഞാൻ നാളെ എത്തും, ഉറപ്പായി എത്തും. ശരിയെന്നാ. കള്ളനോട്ടം. ഇനിയും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് ക്ഷമയില്ല കേട്ടോ. എന്ത്? നമ്മുടെ കല്യാണക്കാര്യം. എന്റെ പൊന്നെ, ഒരു വർഷം കൂടി കാത്തിരിക്കേ. ഒരു വർഷം കഴിഞ്ഞാൽ നീ ഡോക്ടറല്ലേ, പിന്നെ നമ്മളെയൊക്കെ പറ്റുമോ? രമിത്തെ, ഇത് പലതവണയായി കേൾക്കുന്നു കേട്ടോ. ഇതൊന്നും എനിക്ക് അത്ര ഇഷ്ടാവുന്നില്ലേ. നാളെ തന്നെ എന്നെ കെട്ടണോ? ഞാൻ റെഡിയാ. സത്യമായിട്ട് ഞാൻ റെഡിയാണേ. വേണ്ട, ഈ ഒരു ഉറപ്പ് മതി എനിക്ക് ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഉറപ്പ് മാത്രല്ലല്ലോ, ഓർക്കാൻ വേറെ പലതും ഇല്ലേ? ഒന്ന് പതുക്കെ പറടി. ഞാൻ വിളിച്ചു പോവേ. എന്ത്? എനിക്കിഷ്ടാന്ന്. ഓ അതാണോ? ഞാൻ കരുതി. അമിത്തോ, ഇന്നെന്താ വിശേഷം? ഞാൻ അശ്വതിയെ ഒന്ന് കാണാൻ. അമിത്തേ, അവൾക്ക് താമസിക്കാൻ വീടൊരുക്കി കൊടുത്തത് നീയാണെങ്കിലും പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ ഇടയ്ക്കിടെ ഇങ്ങനെ വരുന്നത് ശരിയല്ല കേട്ടോ. ചേച്ചി, ഈ ഒരു തവണ, ഈ ഒരൊറ്റ തവണ മാത്രം. ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല ചേച്ചി, പ്ലീസ്. അശ്വതി മുകളിലാ, ഫോൺ ചെയ്യുവാ. ചേച്ചി, ഞാനകത്ത് കയറി കണ്ടോളാം. ചേച്ചി എന്തിനാ അവൻ അകത്തേക്ക് വിട്ടത്? ഈ ഇടയായി അവൻ മയക്കുമരുന്നിന് അടിമയാണെന്ന് പറയുന്ന കേട്ടിന്. അവൻ വീണ്ടും വന്നാ? എന്തിനാ അകത്തേക്ക് വിട്ടത്? ചേച്ചി എന്തിനാ അവനിങ്ങനെ സൗകര്യം ചെയ്ത് കൊടുക്കുന്നേ? ഞാൻ വിട്ടതൊന്നുമല്ല, പറയുമ്പോഴേക്കും അവനങ്ങ് കയറിപ്പോയി. ആ സാരമില്ല, ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മോളെ ഇരിക്കേ, ഞാൻ ചായ എടുക്കാം. ആ കുന്തം ഒന്ന് താഴെ വെച്ചേ. ഞാൻ ഇറങ്ങുവാണേ. ഇത് കഴിച്ചിട്ട് പോ. 3:30 4 മണിക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം. ചേച്ചി, അശ്വതി.
യുവതിയെ വെടിവെച്ച് കൊന്ന യുവാവും ജീവനൊടുക്കി. തലശ്ശേരി സ്വദേശിനിയായ യുവതി മെഡിക്കൽ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. പെയിന്റ് ഗസ്റ്റായി താമസിക്കുന്ന വീട്ടിൽ വെച്ചാണ് കൊല നടന്നത്. തലശ്ശേരിയിൽ ഇന്റീരിയർ ഡിസൈനിംഗ് കമ്പനി ഓണറായ യുവാവിന് പ്രണയ നൈരാശ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സാറേ, 5 വർഷമായി ഇവർ പ്രണയത്തിലായിരുന്നു അത്രേ. പക്ഷേ കുറച്ച് ദിവസമായി അവരത്ര രസത്തിലെന്നാണ് ഇവർ പറയുന്നത്. ഇരിക്കിരിക്ക. നിങ്ങളുടെ ഫാമിലിയൊക്കെ? അങ്ങേര് ഗൾഫിലാ സാറേ. ഒരു മോളുണ്ട്, കെട്ട് കഴിച്ച് അമേരിക്കയിലാ. കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ മക്കളെ എനക്ക് കൂട്ട്. അമിത് ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? 2 തവണ വന്നിട്ടുണ്ട്. മുറച്ചെറുക്കനാണെന്നാ ഞങ്ങളോട് പറഞ്ഞത്. അവൾ ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? കഴിഞ്ഞ ദിവസം അവൾ വല്ലാതെ ഡിസ്റ്റർബ് ആയിരുന്നു. അവൻ ഡ്രഗ്സ് അഡിക്റ്റ് ആണെന്നും പലതും പറഞ്ഞു പറ്റിച്ചെന്നൊക്കെ പറഞ്ഞിരുന്നു. സംഭവം നടക്കുമ്പോൾ ഉദ്ദേശം എത്ര മണിയായി കാണും? ഒരു 3:30. അതങ്ങനെ എത്ര കൃത്യമായിട്ട് അറിയാം? 4 മണിക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. 3:30 സമയം നോക്കി ഇറങ്ങാൻ നേരാ വെടിവെച്ച് കേട്ടത്. സർ, നിറച്ച തോക്കാണ്. 2 ബുള്ളറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. വ്യാജനാണോ സംശയമുണ്ട്. ഇരി. ഓക്കെ, നമുക്ക് തലശ്ശേരി വരെ ഒന്ന് പോകണം. 2 പേരുടെയും വീടുകളിൽ തോക്ക് എവിടെ നിന്ന് കിട്ടി എന്നതിൻ്റെ എവിഡൻസ് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. അവൻ കഞ്ചാവാണോ മയക്കുമരുന്നാണോ മറ്റു വല്ലതുമാണോ എന്ന് അറിയേണ്ടതുണ്ട്. അതുപോലുള്ളൊരു തോക്കുകൊണ്ട് വെടിവെക്കാൻ പരിശീലനമൊക്കെ വേണ്ട സാറേ. സർ, അങ്ങനെയാണെങ്കിൽ അവൻ്റെ പുറകിൽ സഹായിക്കാൻ മറ്റാരും ഉണ്ടെന്ന് നമുക്ക് കരുതാം. 1 മീറ്റർ പോലും ഡിസ്റ്റൻസിലല്ല അവൻ വെടിവെച്ചത്. അതിന് പ്രത്യേക പരിശീലനമൊന്നും ആവശ്യമില്ല. നേരാവണ്ണം തോക്ക് പിടിക്കാൻ പഠിച്ചാൽ മതി. അവൻ്റെ 1 മാസത്തെ ഫോൺ കോൾ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കണം. ഓക്കെ? ശരി. ഓക്കെ സർ. ഒരു മാസമായിട്ട് വല്ലപ്പോഴും ഇങ്ങോട്ട് വരാറുള്ളൂ. കോഴിക്കോട്ടൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് പണിയെന്നാ പറഞ്ഞ്. എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയെന്ന് അറിയില്ല സാറേ. എന്നാൽ ഞങ്ങൾ ഇറങ്ങാം. അല്ല സാറേ,
ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാണ്ട് ഇന്നാ ഇവിടെ പുറത്തുനിന്ന് ഒരാൾ വരുന്നേ. ഒറ്റപ്പെടുത്തി കളഞ്ഞില്ല എല്ലാവരും. മോൻ്റെ ശവം എടുക്കാൻ കൂട്ടുകാർ പോലും മടിച്ചു സാറേ. ചോദിക്കുന്നുണ്ടൊന്നും തോന്നല സാറേ. എനിക്കൊരു സിസർ തരുമോ? ഓ ശരി, വെച്ചോളൂ. എൻ്റെ മോനൊരു പാവാ സാറേ. ഒരാളെ കൊല്ലാനൊന്നും പറ്റൂല. എടാ ഞാൻ ബേക്കിലെ ഒരു ചായ കൊടുക്കാൻ നേരത്തെ പറഞ്ഞതാ. രണ്ട് സീസർ വേണം. ആ രണ്ടെണ്ണ. നിങ്ങളാ മരിച്ച വീട്ടിൽ വന്നെയാ? അതെ, അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാ. ഓ ഓ, ശവാടക്കിന് വരാൻ പറ്റില്ല, ചെന്നൈയിലായിരുന്നു. ഞാനും പോയില്ല. കഞ്ചാവ് പഠിച്ചിട്ട് പാവം പെണ്ണിനെയും കൊന്നിട്ട് ആരെങ്കിലും പോവോ? കഞ്ചാവ് പഠിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതില്ല, നാട്ടുകാർ അങ്ങനെയാ പറയുന്നത്. എത്ര പൈസ? 20 റുപ്യ. മുതലാളി, ഓഡിയത്തിന് ജനങ്ങളെ തോക്ക് വെക്കാൻ പഠിപ്പിക്കാറ്റ് എന്തേനു? ഇവരെന്നാ ഒരുമാതിരി. ഇനി പോലീസ് അങ്ങാറ്റാണോ? അവൾ ഇനി പഠിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വന്നതാ. അത്രയ്ക്ക് ശല്യമായിരുന്നു സാറേ അവൻ. പിന്നെ എങ്ങനെയാ വീണ്ടും കോളേജിലേക്ക് പോയത്? മോൾ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല അച്ഛാ. ആണായിട്ടും പെണ്ണായിട്ടും നീ ഒരാളെയെ ദൈവം ഞങ്ങൾക്ക് തന്നുള്ളൂ. നീ ഇങ്ങനെ സങ്കടപ്പെട്ട അച്ഛൻ സഹിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് സങ്കടമൊന്നുമില്ല അച്ഛാ. എൻ്റെ മോള് പഠിക്കണം, നല്ലൊരു ഡോക്ടർ ആവണം. അച്ഛൻ്റെ സ്വപ്നം അത്. എന്നെ കൊണ്ട് പറ്റുന്നില്ല അച്ഛാ. പറ്റണം മോളെ. പെമ്മക്കളുള്ള അച്ഛനമ്മമാർക്ക് നെഞ്ചിലൊന്നും തീയാ മോളെ എന്ന് കരുതി കൂട്ടിലിടാൻ പറ്റുമോ? അച്ഛനമ്മമാർക്കുമില്ലേ മക്കളെക്കുറിച്ച് സ്വപ്നങ്ങളും പ്രതീക്ഷകളും? അച്ഛൻ സങ്കടപ്പെടണ്ട, ഞാൻ പോവാ അച്ഛാ. ഇനി അവൻ ശല്യപ്പെടുത്താതെ അച്ഛൻ നോക്കിക്കൊള്ളാം. നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാറേ. ഞാനാ എൻ്റെ പൊന്നുമോളെ കൊലക്ക് കൊടുത്തത്. സാറേ, അവൻ്റെ ഫോണിൽ അവസാനമായി വിളിച്ചത് ഒരു ഷിനോജ് തലശ്ശേരിക്കാരനാണ്.
അവളുടെ ഫോണിൽ കൂടുതലും അമിത്തിന് മിസ് കോളാ സാറേ. ഒരുപക്ഷെ അവൾ എടുക്കാനിട്ടാവും. പക്ഷേ കൊല്ലപ്പെടുന്ന തൊട്ട് മുമ്പ് വേറെ നമ്പർ കാണുന്നുണ്ട്. ആ നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫാ. ആ നമ്പറിൽ നിന്ന് അതിനു മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടോ നോക്കി. 1 മാസത്തിനിടെ 6 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. രണ്ടുപേരെയും നാളെ തന്നെ കണ്ടെത്തണം. ഓക്കെ ഓക്കെ സാർ. ശരി. ശരി സാർ. അവൻ ഇതിനാണ് പോകുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല സാർ. അവളെ കണ്ട് സംസാരിച്ച് എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. അവരകലാൻ എന്താ കാരണം? ഡിസൈനിങ് കമ്പനിയുടെ ഓണർ ഞാനാണ്. അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അവനൊരു കള്ളം പറഞ്ഞിരുന്നു. ഓണർ അവനാണെന്ന്. എന്നിട്ട് പിന്നീട് ഞങ്ങൾ അറിഞ്ഞു അവൾക്ക് മറ്റൊരു കാമുകനുണ്ടെന്ന്. ഇവൻ പറഞ്ഞൊക്കെ കള്ളമാണെന്ന് അവനാ അവളോട് പറഞ്ഞത്. പിന്നെ കുറേ ഇല്ലാ കഥകളും. എന്ത് കഥകൾ? മയക്കുമരുന്നാണ്, കഞ്ചാവാണ് എന്നൊക്കെ. അവൾ അകന്നപ്പോൾ അവൻ മദ്യപിച്ചിരുന്നു. അല്ലാതെ വേറൊന്നുമില്ല സാർ. എനിക്കറിയാം അവനെ. തൽക്കാലം ഞങ്ങൾ പോകുന്നു. താങ്ക് യു. എത്ര നാ കോച്ചതാണോ ഇതുപോലെ ഒന്ന് കാണാൻ. എനിക്ക് ഇത്തരം ചുറ്റിക്കളിയൊന്നും ഇഷ്ടമല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം. യെസ്, സെയിം പിച്ച്. ഇതുപോലെ പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചത്. എന്നെ പോലെ തന്നെ. എനിക്കിതൊന്നും ഇഷ്ടമല്ല. വേഗം പോയേക്കാം. We are from police department. Come. അധികം ബഹളമൊന്നും ഉണ്ടാക്കാണ്ട് കൂടെ പോകുന്നു. ഫ്രണ്ട്സാ ഇപ്പം വരെ. എനിക്കറിയില്ല സാർ. വെളച്ചിലെടുക്കലടാ. മരിക്കുന്ന തൊട്ട് മുമ്പ് നിന്റെ കോളാണല്ലോ അവളുടെ ഫോണിൽ. സാറ് എന്തൊക്കെയാ പറഞ്ഞു? എനിക്കൊന്നും അറിയില്ല. എനിക്ക് അവളെ ആ നമ്പറേ ഉള്ളൂ. ആ നമ്പർ ഞാൻ ആരും വിളിച്ചിട്ടില്ല. പ്രതിയെ പിടിക്കാൻ പറ്റാത്തതിന് എന്നെ എന്തിനാ സാറേ? മോനെ, എല്ലാ തെളിവുകളും ശേഖരിച്ച് തന്നെയാടാ ഞങ്ങൾ നിന്റെ അടുത്ത് എത്തിയത്. സംഭവ ദിവസം 3:20 മുതൽ 3:35 വരെ ഈ നമ്പറിൽ നിന്ന് കോൾ പോയിട്ടുണ്ട്. 3:30 വെടിയേറ്റതെന്ന് റൂംമേറ്റിന്റെ മൊഴിയിൽ നിന്ന് വ്യക്തമാടാ. നീ എന്തിനാണ് അവളെ വിളിച്ചത്? നിങ്ങൾ തമ്മിൽ പ്രണയമായിരുന്നോടാ? അല്ല, ഞാൻ ശ്രമിച്ചിരുന്നു. പല കളകളും പറഞ്ഞ് അവരെ അകറ്റിയത് ഞാനാ. എനിക്ക് കിട്ടത് അവനും കിട്ടരുത്. സംഭവം നടന്ന ദിവസം അവനവളെ കാണാൻ പോയിട്ടെന്ന് ഞാൻ അറിഞ്ഞു. അവർ തമ്മിൽ കാണാതിരിക്കാനാ ഞാൻ വിളിച്ചത്. ഹലോ അശ്വതി, എന്ന് വിളിച്ച് ശല്യപ്പെടുത്തുന്നത് പോലെയല്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാണ് വിളിച്ചത്. അവനവിടെ എത്തിയിട്ടുണ്ട്. നിന്നെ കാണാൻ തന്നെയാ വന്നത്. മരുന്നടിച്ച് സ്വബോധം നഷ്ടപ്പെട്ടവനാ. നീ ഒന്ന് സൂക്ഷിക്കണം. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ?
അച്ചു, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട, ഇറങ്ങിപ്പോ. അച്ചു, നീ ഇല്ലാതെ പറ്റില്ല എനിക്ക്. വാ, നമുക്ക് പോവാം. അമിത, നീ പോ. ഞാൻ ഒച്ച വെച്ച് എന്താ സംഭവിക്കാന്നറിയാലോ. അച്ചു, നീ തന്നെയാണോ ഈ പറയുന്നത്? ഇല്ല, നിന്നെ എനിക്ക് വേണം. വിട്ടുകൊടുക്കില്ല ആർക്കും. എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യാതെ ഒന്ന് ഇറങ്ങിപ്പോ. ഹലോ, അമിതേ, വേണ്ട അമിതേ, വേണ്ട. നിന്നെ കൊല്ലാൻ എനിക്ക് പറ്റില്ല അച്ചു. പക്ഷേ നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. അമിതേനോ, അമിതേ, അമിതേനോ, അമിതേനോ. ആത്മാർത്ഥ സ്നേഹത്തിന്റെ വിള്ളലുണ്ടാക്കി 2 ജീവൻ മാത്രമല്ല, നീ ഇല്ലാതാക്കിയത് 2 കുടുംബത്തിന്റെ സന്തോഷം കൂടിയാ. ചതിച്ചും പറ്റിച്ചും പിടിച്ചു വാങ്ങുന്നതിലല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെ അവരുടെ സന്തോഷത്തിന് വിട്ടുകൊടുക്കലാണ് യഥാർത്ഥ സ്നേഹം. നിനക്ക് അർഹതപ്പെട്ടത് ഇരുമ്പഴിയാ. നിന്നെ പൂട്ടാനുള്ള ഒപ്പൊക്കെ എനിക്കറിയാം. തൂക്കിയെടുത്ത് വണ്ടിയിലിട. ഹലോ ഹലോ, ഞാൻ അഞ്ജുവാ. എനിക്കൊരു തെറ്റുപറ്റി. സോറി. എനിക്കിപ്പോഴും നിന്നെ തന്നെയാ ഇഷ്ടം. ആണാ? എന്നാലേ എനിക്കിപ്പം നിന്നെ ഇഷ്ടമല്ലെങ്കിലോ? വച്ചിട്ട് പോടി. പോവാം. ആരോടെ മാഷ കലിപ്പ്? അതെ, പഴയ ഒരു തേപ്പുകാരി. പ്രതികാരമൊക്കെ തീർന്നോ? മോളെ, ഒരു തേപ്പ് കിട്ടിയെന്ന് വെച്ച് ആസിഡിലോ പെട്രോളിലോ ഒരു പേന കത്തിയാലോ അതുമല്ലെങ്കിൽ വെടിവെച്ചോ കൊല്ലുകയല്ല വേണ്ടത്. പിന്നെ എങ്ങനെയാ കൊല്ലേണ്ടത്? നിന്നെ പോലൊരു സുന്ദരി പെണ്ണിനെ കെട്ടിയിട്ട് സ്നേഹിച്ചങ്ങോട്ട് കൊല്ല. അയ്യടാ, സ്നേഹിക്കാൻ പറ്റിയൊരാള് മൂക്കത്ത് ചുണ്ടിയും സഹിക്കുന്ന എന്നെ സമ്മതിക്കണം. എടേ, അത്തരക്കാരുടെ മനസ്സ് ശുദ്ധായിരിക്കും. അത് നിനക്ക് വഴിയെ മനസ്സിലാവും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വണ്ടി വിട് മാഷേ. വണ്ടി വിട് മാഷേ. ആ, ഓക്കെ.